ഫാമേഴ്സ് ഫ്രണ്ട്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിതാ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മത്തൻ പാകി മുളപ്പിച്ചെടുത്ത മത്തൻ തൈയാണിത്. ഇതിപ്പോൾ നാലില പരുവത്തിലായി. ഇതിനി പറിച്ച് നടാൻ പോവാണ്. ഒരു 3 തൈകളോളം ഇതിൽ വന്നിട്ടുണ്ട്. അതിന് പറിച്ച് നടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം മണ്ണ് തയ്യാറാക്കണം. അപ്പോൾ ഇതിനെ ഞാനിനി പറിച്ച് നടാൻ പോവാണ്. അപ്പോൾ ഗ്രോ ബാഗിലെല്ലാം നടാൻ പോകുന്നത് നിലത്ത് തന്നെയാണ്. ഞാൻ അതിന് ഒരു കുഴി കുത്തി അതിലേക്ക് വേസ്റ്റൊക്കെ ഇട്ട് നടാൻ പോകുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നടാൻ വേണ്ടി ഞാൻ ഇതൊരു കുഴി എടുത്തിട്ടുണ്ട്. 2 അടി വീതി 2 അടി നീളത്തിൽ. അതിൽ ഞാൻ ഇവിടെ ഉള്ള കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഇനി അതിൽ കുറച്ച് കരിയില ഇടുകയാണേ. കുറച്ച് കരിയില അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. കരിയില ഇട്ട് അതിന് നല്ലോണം അമർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത് ഇനി അതിൽ മണ്ണ്, നേരത്തെ കുഴിയെടുത്ത മണ്ണുണ്ട്, ആ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ മണ്ണ് ഇട്ട് കൊടുത്ത് അത് നമ്മളവിടെ അമർത്തി കൊടുക്കാനേ. ഇനി ഇതിൽ വേണം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കാണിച്ചു തന്ന മത്തൻ്റെ തൈകൾ നടാൻ. മത്തൻ തൈ നടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണിത്. ഇതിനെ നമ്മൾ പറിച്ചെടുക്കാന്നേ. നേരത്തെ നമ്മൾ പറഞ്ഞ കുമ്പളത്തൈനെ നല്ല വേര് പൊട്ടാതെ ഇങ്ങനെ പറിച്ചെടുക്കാമെന്ന്. വേരൊന്നും പൊട്ടിപ്പോവാതെ അതിനെ പറിച്ചെടുത്തു. ഇതിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നേരത്തെ തയ്യാറാക്കിയ ആ കുഴിയിലേക്ക് വെക്കാൻ പോവാന്ന്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് ഇതിനെ ഈ 3 തൈനെ നടാൻ പോവാണ്. കുറച്ച് ആഴത്തിൽ വേണം ഇതിനെ വെച്ച് കൊടുക്കാൻ. ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൽ മണ്ണ് കൂട്ടിക്കൊടുക്കാന്നേ. ഇത് 2 തൈ ഒരുമിച്ചാണ് ഉള്ളത്. അതിന് ഇതുപോലെ നമ്മൾ വളം ചെയ്യാനുള്ള പാകം ഒരു ഭാഗം സ്ഥലം വിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനെ വെച്ച് കൊടുത്തു. ഇത് മണ്ണ് കയറ്റി കൊടുത്തു. ഇനി ഇതിന് നമ്മൾ കുറച്ച് മണ്ണ് കയറ്റി കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം. വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ തൂവി കൊടുക്കണം വെള്ളം. പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തൂവി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.